ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തേക്കും. കടകംപള്ളി സുരേന്ദ്രന്റെ ഭരണകാലത്താണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടന്നതിരിക്കുന്നതെന്നതിനാൽ വിഷയത്തിൽ കടകംപള്ളി സുരേന്ദ്രനെതിരെയും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അതിനിടെ CPM സെക്രട്ടേറിയറ്റ് ഇന്ന് യോഗം ചേരുകയും ചെയ്യും. അതിരെയുണ്ട് വിവരങ്ങളുമായി. അതിര, ഈ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ചോദ്യം ചെയ്യൽ നീങ്ങുമെന്ന് നേരത്തെ തന്നെ സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. പത്മകുമാറിന്റെ ഒക്കെ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കുമല്ലോ ഇത്തരത്തിലൊരു നീക്കം ഉണ്ടാവുന്നത്. മായ, തീർച്ചയായും മായ സൂചിപ്പിച്ചതുപോലെ തന്നെ പത്മകുമാറിന്റെ അറസ്റ്റ് ഇന്നലെ നടന്നു. അതിന് പിന്നാലെ ഇനി അടുത്തത് ആരിലേക്ക് എന്നുള്ളൊരു ചോദ്യമാണ് ഉയർന്നത്. നേരത്തെ തന്നെ കടകംപള്ളി സുരേന്ദ്രനെതിരെ ആരോപണങ്ങളൊക്കെ തന്നെ ഉയരുന്നുണ്ടായിരുന്നു. കാരണം 2019 ഭരണകാലത്ത് കടകംപള്ളി സുരേന്ദ്രനായിരുന്നു ദേവസ്വം മന്ത്രിയായിരുന്നത്. ഇനി പത്മകുമാറിന് ശേഷം ദേവസ്വം മന്ത്രിയിലേക്കാണ് ആ സമയത്ത് ഭരണത്തിലുണ്ടായിരുന്ന ദേവസ്വം മന്ത്രിയിലേക്കാണ് അന്വേഷണം നീങ്ങുന്നത് എന്ന സൂചന തന്നെയാണ് നിലവിൽ ലഭിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രനെ ഏതായാലും എത്രയും പെട്ടെന്ന് ചോദ്യം ചെയ്യാനുള്ളൊരു നീക്കമാണ് SIT നടത്തുന്നത് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. ഏതായാലും ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തേക്കുമെന്നുള്ള സൂചനയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് നിലവിൽ ഏതായാലും ലഭിക്കുന്നത്. അതേസമയം കടകംപള്ളി സുരേന്ദ്രൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ആ കാലഘട്ടത്ത് ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു ബോഡിയാണ്. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിൽ നടക്കുന്ന ഈ ഫയലുകൾ മന്ത്രിതലത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല. ദേവസ്വം ബോർഡിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും സർക്കാരിന്റെ അറിവോടെയല്ല എന്ന തരത്തിൽ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് കടകംപള്ളി സുരേന്ദ്രൻ ഏതായാലും നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ SIT ഏതായാലും മൊഴിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യാനുള്ളൊരു സാധ്യതയാണ് നിലവിൽ മുന്നിൽ കാണുന്നത്. ഏതായാലും CPM സെക്രട്ടേറിയറ്റ് ഇന്ന് 10:30 തന്നെ ആരംഭിക്കും. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരാനിരിക്കെയാണ്. ആരായാലും മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് സർക്കാരും പറയുന്നു. ഇത് പാർട്ടിയുമായി ബന്ധമില്ല, ഉദ്യോഗസ്ഥ തലത്തിലായിരുന്നു ഇത്തരത്തിലുള്ള ഗൂഢാലോചനയൊക്കെ നടന്നു എന്ന് പറയുന്നു. പക്ഷേ അറസ്റ്റിലായവരിൽ CPMന്റെ പ്രമുഖ നേതാവ് കൂടി ഉണ്ടാകുമ്പോൾ പാർട്ടി ഇത് എങ്ങനെയായിരിക്കും പ്രതിരോധിക്കുക? മായ, തീർച്ചയായും നേരത്തെ മുതൽ തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നുണ്ടായതാണ് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ഈ വിഷയങ്ങളൊക്കെ തന്നെ എന്ന നിലപാടിലായിരുന്നു പാർട്ടി ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ ആ നിർണായകമായ അറസ്റ്റ് ഇന്നലെയാണ് ഉണ്ടായത്, പത്മകുമാറിന്റെ അറസ്റ്റ്. അതിന് പിന്നാലെ കടകംപള്ളി സുരേന്ദ്രനെ കൂടെ ഈ ചോദ്യം ചെയ്യലിലേക്ക് പോകുന്നു എന്നറിയുന്ന സാഹചര്യത്തിൽ ഇതിൽ പാർട്ടിയുടെ ഒരു പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഏതായാലും ഉള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി അടുക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ പാർട്ടി പ്രതിരോധത്തിലാകുന്ന തരത്തിലേക്കുള്ള ആണ് ഈ അന്വേഷണം, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏതായാലും നിലവിൽ നീങ്ങുന്നത്. CPM സെക്രട്ടേറിയറ്റ് കൂടി ഇന്ന് ചേരാനിരിക്കുന്ന സാഹചര്യത്തിൽ പത്മകുമാറിനെ പാർട്ടി തള്ളാനുള്ളൊരു സാധ്യതയാണ് മുന്നിലുള്ളത്. അപ്പോഴും കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തേക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്തേക്കും എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ഇത് ഏത് രീതിയിലായിരിക്കും പാർട്ടി നേരിടുക എന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ ഏതായാലും ഉള്ളത്. ഇപ്പോഴുള്ള ദേവസ്വം മന്ത്രി ഉൾപ്പെടെ CPM സെക്രട്ടേറിയറ്റിൽ നിലവിൽ നേതാക്കളൊക്കെ തന്നെ പങ്കെടുക്കാനെത്തും. ആ സമയങ്ങളിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊക്കെ തന്നെ ലഭിക്കാനുള്ളൊരു സാധ്യത കൂടി മുന്നിലുണ്ട്. നിലവിൽ ഏതായാലും കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ SIT നീങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടിക്രമങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നത് സംബന്ധിച്ച് ഈ ആദ്യഘട്ടം മുതൽ തന്നെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ വളരെ രഹസ്യമായ രീതിയിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഒരു പക്ഷേ ഇനി വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ രഹസ്യമായ ഒരു രീതിയിലായിരിക്കും അന്വേഷണം ഏതായാലും മുന്നോട്ട് പോകുക. നിലവിൽ ഏതായാലും കടകംപള്ളി സുരേന്ദ്രന് ഒരു കുരുക്ക് വീഴുമോ എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയേണ്ടതാണ്. SIT നിലവിൽ ഏതായാലും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ശരി, എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാർ കൂടി അറസ്റ്റിലായതോടെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാനുള്ളൊരു സാധ്യതയാണ് തെളിയുന്നത്. ആതിരയാണ് വിവരങ്ങൾ നൽകിയത്.